നമസ്കാരം കേരള. ബി.ജെ.പിയെ താഴെയിറക്കാൻ ഇനി ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുമോ? അധികാര തർക്കത്തിൽ ഇത്രനാൾ ഇന്ത്യയെ ബി.ജെ.പിയുടെ ഇരയായി ഇട്ടുകൊടുത്തതുപോലെ ഇത്തവണ കൊടുക്കില്ലെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഏതായാലും ഇന്ത്യ മുന്നണിയിൽ ജനങ്ങൾ വലിയ പ്രതീക്ഷകൾ അർപ്പിക്കുമ്പോൾ ചരിത്ര സംഭവങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിന് വോട്ട് ചെയ്യാതെ ഗാന്ധി കുടുംബം. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായ സോമനാഥ് ഭാരതിക്കാണ്. ഭരണകക്ഷിയായ ബി.ജെ.പിയെ താഴെയിറക്കുക എന്ന ലക്ഷ്യത്തോടെ ഭിന്നതകൾ മറന്ന കോൺഗ്രസും എ.പി.യും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ മുന്നണിയുടെ കീഴിൽ അണിനിരന്നാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സീറ്റ് വിഭജനവും. ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ 4-ൽ എ.പി.യും 3-ൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. ഇതിൽ സോണിയയ്ക്കും രാഹുലിനും വോട്ടുള്ള ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലം എ.പി.യുടേതാണ്. എ.പി.യുടെ സോമനാഥ ഭാരതി ബി.ജെ.പിയുടെ ബാൻസുരി സ്വരാജിനോടാണ് ഇവിടെ മത്സരിക്കുന്നത്. ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഗാന്ധി കുടുംബാംഗങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിയായ കോൺഗ്രസിനോട് വോട്ട് ചെയ്യാതെ എ.പി.ക്ക് വോട്ട് രേഖപ്പെടുന്നത്. ഭിന്നതകൾ മാറ്റിവെച്ച ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും വേണ്ടി വോട്ട് ചെയ്യുന്നു. ഇക്കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നായിരുന്നു ഇത് സംബന്ധിച്ച മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രിയങ്ക മറുപടി നൽകിയത്. ഏകദേശം 9:30 മൗലാന ആസാദ് റോഡിൽ നിർമ്മൽ ഭവനിലെ പോളിംഗ് ബൂത്തിലെത്തിയ സോണിയയും രാഹുലും വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു. വോട്ട് രേഖപ്പെടുത്താൻ പ്രിയങ്കയും റോബർട്ട് വദ്രയും മക്കളും എത്തിയിരുന്നു. കോൺഗ്രസിന്റെ തട്ടകമായിരുന്നു ഡൽഹി. 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7-ൽ 7 കരസ്ഥമാക്കി സമ്പൂർണ്ണ വിജയം ഇവിടെ നേടിയ കോൺഗ്രസിന്റെ ശക്തി ക്ഷയിക്കുന്നത് എ.പി.യുടെ വരവോടെയാണ്. ഏതായാലും ശക്തമായ തിരഞ്ഞെടുപ്പ് ഗോതയായി മാറുകയാണ് ഇന്ത്യ ഇപ്പോൾ. ആര് ജയിക്കും എന്നതിനപ്പുറം ബി.ജെ.പിക്കെതിരെ ആര് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്.